നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഈ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ പറ്റും? നാളെ ഒരു സഹനം വരട്ടെ, നാളെ പരീക്ഷ തോറ്റുപോകട്ടെ, നാളെ പ്രതീക്ഷിച്ചൊന്നും കിട്ടാതെ വരട്ടെ, നമ്മൾ ഉറപ്പിക്കേണ്ട ഒറ്റ കാര്യമാണ്, ഈശോയിലുള്ള ഈ വിശ്വാസം ഒരിക്കലും പോകരുത്, ഈശോയിലുള്ള ഈ സ്നേഹം ഒരിക്കലും പോകരുത്. ആ വിശ്വാസം നിങ്ങളെ എഴുന്നേൽപ്പിക്കും, ആ സ്നേഹം നിങ്ങളെ ഉത്തേജിപ്പിക്കും. ആ എഴുന്നേൽക്കലിൽ, ആ വിശ്വാസത്തിൽ, ആ സ്നേഹത്തിൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നൊന്നും നിങ്ങളെ അകറ്റാതിരിക്കട്ടെ. തോൽവികളോ സങ്കടങ്ങളോ തെറ്റിദ്ധാരണകളോ ഒറ്റുകൊടുക്കലുകളോ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളോ ഒന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങളെ അകറ്റാതിരിക്കട്ടെ. റോമ 8:35 മുതൽ 37 വരെ ആഴത്തി വായിക്കുമ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്നറിയോ? ഈശോയിലൂടെ വെളിപ്പെട്ട ഈ സ്നേഹത്തിലൂടെ സകലത്തിന്റെ മേൽ നമ്മൾ പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു. ആത്മീയമായ ഒരു സംഘർഷമായിരിക്കാം, മാനസികമായ ഒരു ബുദ്ധിമുട്ടായിരിക്കാം, ശരീരത്തിന്റെ ഒരു കുറവായിരിക്കാം, ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതെ പോയാൽ അതെല്ലാം നമ്മൾ പരാജയം എന്ന് വിളിക്കായിരിക്കാം. പക്ഷെ ഇതിലെല്ലാം പൂർണ്ണ വിജയം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. എപ്പോ? ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട, ഈശോയിലൂടെ വെളിപ്പെട്ട ആ സ്നേഹത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ, അതിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതിരിക്കുമ്പോൾ ആ സ്നേഹം ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വിജയം നൽകും. നീ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് നിനക്കറിയാം. ആ വിശ്വാസം അർപ്പിച്ച് ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ഈശോയെ നീ തിരിച്ച് സ്നേഹിക്കുക. ആ സ്നേഹം നിനക്ക് ഉത്തേജനം നൽകും. യു വിൽ റൈസ് അപ്പ്, യു വിൽ ഗെറ്റ് അപ്പ്. നീ എഴുന്നേക്കും, നീ മുമ്പോട്ട് പോകും. അങ്ങനെ എഴുന്നേക്കാൻ ഈശോയുടെ സ്നേഹം ആഴത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിലും സ്നേഹത്തിലും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു.